മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയും ദുർഗയും എല്ലാവരും സത്യങ്ങൾ അറിയുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും പ്രതാപനെയും വാമദേവനെയും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടച്ചതിന് ശേഷം ആ SI വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ വിശ്വനാഥനെ കൊന്ന എന്തിനാന്ന്. ആ സമയം വാമദേവൻ പറയുന്നുണ്ട്, സാറേ എന്തൊക്കെയായി പറയണേ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം താനൊന്നും ചെയ്തിട്ടില്ല എന്ന് എന്നോടാണോ പറയണേ, പ്രതാപനെ കൊന്നത് താൻ അതിന് കൊട്ടേഷൻ കൊടുത്തു, ഇതൊക്കെ ആരാ സാറേ പറഞ്ഞത്, പറയണവർ വെറുതെ പറയണയാന്ന് പറയുമ്പം വേറെ ആരും അല്ല പറഞ്ഞത്, പ്രതാപനെ ചികിത്സിച്ച ആ ഒരു ഡോക്ടറാണ് പറഞ്ഞത്. ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും പ്രതാപൻ വിശദമായിട്ട് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. കണ്ണൻ സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്തു. ഞങ്ങൾ അതിന് ശേഷം ആ ഡോക്ടറെ കണ്ട് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം രണ്ടെണ്ണത്തിനെയും അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അതുമാത്രമാണോ, ആ മഹാലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടീനെ നിങ്ങളുടെ മോള് സ്റ്റെപ്പിൽ നിന്ന് തള്ളി താഴെയിട്ട് ആ കുട്ടി ഇപ്പോൾ ICUലല്ലേ, അതിനൊക്കെ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടവരാന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് വാമദേവൻ വീണ്ടും പറയുന്നുണ്ട്, സാറേ എന്തൊക്കെയാണ് ഈ പറയണത്, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം ഈ SI ആണെങ്കിൽ വാമദേവനെ നല്ല രീതിയിലിട്ട് പെരുമാറുന്നുണ്ട്. ആ സമയം പ്രതാപന് നല്ല പേടിയായിട്ട് SI പ്രതാപനെ തല്ലാൻ ചെല്ലുമ്പോൾ തന്നെ പ്രതാപൻ പറയുന്നുണ്ട്, എല്ലാം സത്യ സാറേ, ഞാനാ കൊന്നത്, എനിക്ക് കൊട്ടേഷൻ തന്നത് ഈ വാമദേവൻ തന്നെയാണ്. അന്നേരം വാമദേവനാണ് ഈ ദേഷ്യത്തോടു കൂടി പ്രതാപനെ നോക്കുമ്പം SI പറയുന്നുണ്ട്, നീ അങ്ങനെ നോക്കുകയൊന്നും വേണ്ട, നീയാ ഇത് ചെയ്തതെന്നും ചെയ്യിച്ചതെന്നുള്ള തെളിവൊക്കെ കിട്ടിയിട്ട് എന്നെ രണ്ടെണ്ണത്തിനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നേക്കണേ. എന്തായാലും ഇനി നിങ്ങളെ നേരെ കോടതിയിൽ ഹാജരാക്കും. എനിക്ക് ഇന്ന് വേണമെങ്കിൽ നിങ്ങളെ ഹാജരാക്കായിരുന്നു, പക്ഷേ ഞാനത് ചെയ്യാത്തത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കിട്ട് ഓരോന്ന് തരാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും പ്രതികളെ തല്ലുന്ന ഒരു ടീം തന്നെ ഇവിടെയുണ്ട്, അവർ വന്നിട്ട് നിങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളും. ഇപ്പം ഞാൻ പോവാമെന്ന് പറഞ്ഞ് SI പോകുന്നുണ്ട്. പോകാനിറങ്ങിയിട്ട് SI അവിടെയുള്ള പോലീസുകാരോട് പറയുന്നുണ്ട്, ഇവർക്ക് രണ്ടുപേർക്കും പച്ചവെള്ളം പോലും കൊടുക്കരുത്, നാളെ കോടതിയിൽ ഹാജരാക്കുമ്പം ക്ഷീണമൊന്നും ഉണ്ടാവാതിരിക്കാൻ രാത്രിയാകുമ്പോൾ എന്തെങ്കിലും കൊടുത്താൽ മതിയെന്ന്. SI പോയി കഴിഞ്ഞതും വാമദേവൻ പറയുന്നുണ്ട്, 10-20 വർഷം മുമ്പ് നടന്ന കാര്യം, അത് നീയല്ലടാ ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നതെന്ന് ചോദിക്കുമ്പം ഞാൻ ആരോട് പറഞ്ഞെന്നാ വാമേട്ടൻ പറയണേന്ന് ചോദിക്കുന്ന സമയത്ത് നീ ആ ഡോക്ടറോട് എന്തിനാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് ഞാൻ അറിഞ്ഞില്ല വാമേട്ട, എനിക്ക് ബോധമില്ലാത്ത സമയത്താണ് ഞാനതൊക്കെ പറഞ്ഞതെന്നാ SI തന്നെ പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പം ആ ഡോക്ടർ നിന്നെ ഹിപ്നോട്ടിസം ചെയ്തതാടാ, അപ്പം നീ എല്ലാ സത്യങ്ങളും വള്ളി പുള്ളി വിടാതെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കേസ് നടത്തി നിൻ്റെയും എൻ്റെ എല്ലാ സ്വത്തും തീരും. നിൻ്റെ മോൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോടാ ആ മഹാലക്ഷ്മിയെ ഉന്തി വീഴ്ത്തണ്ടേ. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾ എന്നാ പറയണേ, എൻ്റെ മോളവിടെ അടിമയെ കൂട്ടി ജീവിക്കണമെന്നാണെന്ന് ചോദിക്കുമ്പം അങ്ങനെ ജീവിച്ചാലും എന്താണ് കുഴപ്പം, അത് ചെയ്തതുകൊണ്ടല്ലേ ഇപ്പം നമ്മൾ ജയിലിലാവാൻ പോണേന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, എൻ്റെ മോളുടെ കണ്ണീര് കാണാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പം എന്തായാലും ഇനി നിനക്ക് നിൻ്റെ മോളുടെ കണ്ണീരൊക്കെ കാണേണ്ട വരും. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ കേസ് നടത്തി തന്നെ നിൻ്റെ സമ്പാദ്യമൊക്കെ തീരും. പിന്നെ നിൻ്റെ മോള് നിൻ്റെ അമ്മേനെയും പിടിച്ചുകൊണ്ട് ഏതെങ്കിലും അമ്പലത്തേക്കടെ ഭിക്ഷ എടുത്ത് ജീവിക്കേണ്ട വരുമെന്ന്. അത് കേട്ടതും പ്രതാപൻ പറയുന്നുണ്ട്, ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ചെവിടടിച്ച് ഞാൻ പൊളിക്കുമെന്ന് പറയുമ്പോൾ വാമദേവൻ ഭയങ്കര ദേഷ്യത്തോടുകൂടി അപ്പം എൻ്റെ കൈ മാങ്ങ പറിക്കാൻ പോയേക്കുമല്ലേടാന്നും ചോദിച്ച് ഈ പ്രതാപനെ തല്ലാനും ഒരുങ്ങുന്ന സമയത്ത് പോലീസുകാരത് കണ്ടിട്ട് അവരെ നല്ല ഒച്ചയെടുത്ത് രണ്ടെണ്ണത്തിനെയും സെല്ലിൻ്റെ മൂലയ്ക്ക് ഇരുത്തുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗയുടെ അടുത്തേക്ക് സീമന്തിന് വന്നേക്കാണ്. ആ സമയം ദുർഗ ചോദിക്കുന്നുണ്ട്, എന്തിനാ എടുത്ത് ഈ വാമേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല ദുർഗ, പോലീസ് വന്നിട്ട് ജീപ്പിലോട്ട് കയറാമെന്നും പറഞ്ഞ് കൊണ്ടുപോവുക ചെയ്ത, എന്തെങ്കിലും അറിയണമെങ്കിൽ സ്റ്റേഷനിലേക്ക് ചെല്ലാനും പറഞ്ഞു. ആ സമയം ദുർഗ പറയുന്നുണ്ട്, ഇനി എന്ത് പറ്റിയിട്ടായിരിക്കുമോ, അതിന് മാത്രം എന്തെങ്കിലും തെറ്റ് വാമേട്ടൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ സീമന്തിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവളുടെ ഭർത്താവിനെ കൊന്ന കുറ്റാന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇവളെങ്ങനെയായിരിക്കും പ്രതികരിക്കണേ, എനിക്കിപ്പോൾ അത് പറയാൻ പറ്റില്ലല്ലോ. ആ സമയത്താണ് കണ്ണൻ അങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് ദുർഗ സീമന്തിനിയോട് പറയുന്നുണ്ട്, ഇനി ആരെങ്കിലും കള്ളക്കേസിൽ കുടുക്കിയതായിരിക്കുമെന്ന്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, കള്ളക്കേസിൽ അങ്ങനെ കൊടുക്കണേ എങ്ങനെയാ, ഒരു തെറ്റും ചെയ്യാത്തവരെയൊന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകില്ല, അതിന് വേണ്ടിയിട്ടല്ല പോലീസ് അവിടെ ഇരിക്കണേന്ന് പറയുമ്പം അപ്പം നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞോടാന്ന് ചോദിക്കണം. ഞാൻ അറിഞ്ഞായിരുന്നു, അമ്മയൊക്കെ ഇപ്പോഴല്ലേ അറിഞ്ഞത്, ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞായിരുന്നു. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ശരിക്കും വാമേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വാമനെ മാത്രമല്ല വേറെ പലരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനി അതിൻ്റെ വിശദമായിട്ട് അറിയണമെങ്കിൽ സ്റ്റേഷനിലേക്ക് ചെന്നാൽ മതിയെന്ന്. ആ സമയത്ത് സീമന്തിന് പറയുന്നുണ്ട്, എന്തായാലും വാമേട്ടനെ ഒന്ന് രക്ഷിക്കട കണ്ണാന്ന് പറയുമ്പോൾ എനിക്ക് അമ്മായിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അമ്മായി ഒന്ന് വന്നേന്ന് പറയുമ്പം ദുർഗ ചോദിക്കുന്നുണ്ട്, അതെന്താ എൻ്റെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് ചോദിക്കുമ്പം അത് ശരിയാവില്ല എന്നും പറഞ്ഞ് ഈ കണ്ണനാണെങ്കിൽ വെളിയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് സീമന്തിന് കണ്ണൻ്റെ പുറകെ ഭയന്നാണ് ചെല്ലണത്. അങ്ങനെ ചെന്നതും കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അമ്മായിക്ക് അമ്മാവനെ ജാമ്യത്തിൽ ഇറക്കണം, അതിന് അമ്മയുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ വന്നതല്ലേ, എന്തായാലും അതൊരിക്കലും നടക്കാൻ പോണില്ല, അമ്മാവൻ അതിന് മാത്രം വലിയ തെറ്റും ചെയ്തിട്ടുണ്ട് അമ്മായി എന്ന് ചോദിക്കുമ്പോൾ ഈ സീമന്തിരി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത്
കണ്ണൻ പറയുന്നുണ്ട് ഇപ്പം അമ്മായിയുടെ പ്രശ്നം ഒരുത്തൻ മുകളിലേക്ക് നോക്കി കിടക്കുക, പിന്നെ മകളെ വിവാഹം കഴിച്ചയക്കണം, അതിന് ഞാൻ സഹായിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛനെ കൊല്ലാൻ കാരണക്കാരനായവൻ്റെ മകളെ കല്യാണം കഴിച്ചയപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ എന്ന്. അത് കേട്ടതും സീമന്തിനിയാണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോഴാണ് സീമന്തിനിക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാവണേ. അന്നേരം സീമന്തിനി പറയുന്നുണ്ട് ഇല്ല കണ്ണാ, വാമേട്ടനെ അങ്ങനെയൊന്നും ചെയ്യൂല എന്ന് പറയുമ്പം നിങ്ങളാണോ അത് പറയണത്? എനിക്കറിയാലോ, അത് മാത്രമാണ് അയാൾ ചെയ്തത്. എൻ്റെ അച്ഛനെ കൊന്നു, പിന്നീട് എന്നെ വീൽ ചെയറിലാക്കി. അതുമാത്രമല്ല, മഹിയെ കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കി. അന്നല്ലേ അയാൾ വീണ് അയാളുടെ നടുവിന് പരിക്ക് പറ്റിയത്. പിന്നെ അത് മാത്രമാണോ, അതിനുശേഷം എത്രയോ പ്രാവശ്യം എന്നെ മഹിയെ അയാൾ കൊല്ലാൻ നോക്കി. അതും പോരാഞ്ഞിട്ട് അയാളാണ് പ്രതാപന് കൊട്ടേഷൻ കൊടുത്തതെന്ന് ഞങ്ങൾ അറിയണതിന് മുമ്പ് പ്രതാപൻ കൊന്ന കാര്യം എല്ലാവരോടും പറയുമെന്നും പറഞ്ഞ് മഹിയെ ഭീഷണിപ്പെടുത്തി പൈസ മേടിച്ചെടുക്കാൻ നോക്കിയില്ലേ. അന്നേരം സീമന്തിനി പറയുന്നുണ്ട് അയാളുടെ തല തിരിഞ്ഞു പോയി മോനെ, അതിന് ഞാനെന്ത് ചെയ്യാനാന്ന് ചോദിക്കുമ്പം ഇതിന് കാരണക്കാരി നിങ്ങളും കൂടെ കൂടിയ ഭർത്താവിൻ്റെ മകൻ്റെ എല്ലാ തോന്നിയാസവും നിങ്ങൾ അംഗീകരിക്കും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. നിങ്ങളുടെ മകൻ ഒരുത്തനില്ലേ ശുദ്ധ പോക്കിരി, ഇയാളുടെ മകനായതുകൊണ്ട് അവൻ അങ്ങനെ ആയിപ്പോയത്. എന്തായാലും നിങ്ങൾ വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷം അമ്മാവന് ഇതൊക്കെ ചെയ്തു കൂട്ടിയേക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. എന്തായാലും നിങ്ങൾ ഭർത്താവിനെയും മകനെയും നേരായ വഴിക്ക് നടത്തിയില്ലാന്ന്. ആ സമയം സീമന്തിനിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഇനി നിങ്ങൾ വീട്ടിലേക്ക് കയറാൻ നിൽക്കണ്ട, നിങ്ങൾ പോയിക്കോ. ആ സമയത്ത് സീമന്തിനി പോകാൻ മടിച്ച് നിൽക്കുമ്പോൾ കണ്ണൻ ദേഷ്യപ്പെട്ടുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട് പോകാനല്ലേ പറഞ്ഞതെന്ന്. പിന്നീട് സീമന്തിനിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നോക്കി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനും ഉണ്ണീനെയാണ്. ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട് എടാ മോനെ, അമ്മാവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ സമയം ഉണ്ണി ചോദിക്കുന്നുണ്ട് അതെന്തിനാ, ആ മഹാലക്ഷ്മിയെ തള്ളിയിട്ടേനാണെന്ന് ചോദിക്കുമ്പം അതൊന്നുമല്ല, അത് കരണമോളല്ലേ ചെയ്തത്, അതിനെന്തിനാ അമ്മാവനെ അറസ്റ്റ് ചെയ്യണേന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും മനസ്സിലാവണില്ലടാ. കണ്ണനിപ്പോൾ വന്നായിരുന്നു ഏടത്തിയായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഏടത്തിനെയും വിളിച്ചുകൊണ്ട് പോയിന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഇഷ്ടമില്ലാത്തവരെയൊക്കെ കള്ളക്കേസിൽ കൊടുക്കുമായിരിക്കും അയാൾ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയെന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഇവിടെ ആരെയും കള്ളക്കേസിലൊന്നും കുടുക്കിയിട്ടില്ല, ഇവിടെ പോലീസ് കള്ളക്കേസിൽ കൊടുക്കാനിരിക്കുന്നതുമല്ല. എന്തായാലും അവിടുത്തെ SI നല്ലൊരു മനുഷ്യനാണ്, അയാൾ അനീതിക്ക് കൂട്ടു നിൽക്കണവനൊന്നുമല്ല. പിന്നെ എന്തിനാ അമ്മാവനെ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അമ്മാവനെ മാത്രമല്ല നിൻ്റെ അമ്മായിപ്പനില്ലേ പ്രതാപൻ, അവനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം അറസ്റ്റ് ചെയ്തത് അമ്മാവനെ, രണ്ടാമത് പ്രതാപനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേക്കണേന്ന്. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട് ശത്രുതയുള്ളവരോടെല്ലാം പക വീട്ടുമല്ലേ, നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യണേന്ന് ചോദിക്കുമ്പം എനിക്ക് ആരെയും സന്തോഷിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് കരുണയെ നിങ്ങൾ രണ്ടുപേരും അത്രയ്ക്കും ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പം അവൾ ചെയ്ത കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, എന്തായാലും ഇപ്പം വാമദേവനും പ്രതാപനും ജയിലിലുണ്ടെന്ന് പറയുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട് അതാ ഞങ്ങൾ ചോദിക്കണേ അവരെന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതിന് തക്കതായ കാരണം ഉണ്ടായിട്ടാലോ എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഇഷ്ടമല്ലാത്തവരെയൊക്കെ നിങ്ങൾ കൊടുക്കണതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതിന് മറുപടി പറയേണ്ടത് നിൻ്റെ ചെകിട്ടത്താണ്, പക്ഷേ ഞാനതിപ്പോൾ ചെയ്യണില്ല, അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാവും എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് എന്താണെങ്കിലും നീ ഒന്ന് തെളിച്ച് പറയടാ കണ്ണ, വിവരം പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് ചോദിക്കുമ്പം തൽക്കാലം ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വിവരങ്ങളൊന്നും അറിയണ്ട, അധികം വൈകാതെ തന്നെ നിങ്ങളെല്ലാ സത്യങ്ങളും അറിയും, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൻ്റെ കാരണമൊക്കെ എന്താണെന്ന്. പിന്നെ ഒരു കാര്യം, ആ വാമദേവന് ചിലപ്പോൾ ജാമ്യം കിട്ടുമായിരിക്കും, മിക്കവാറും ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ജാമ്യം കിട്ടിയില്ലെങ്കിലും അയാൾ പരോളിൽ ഇറങ്ങുമ്പോൾ എന്തായാലും ഇവിടെ വരാതിരിക്കില്ല. ഇവിടെ വരുമ്പം അയാളുടെ സ്വന്തം സഹോദരിയായ അമ്മ തന്നെയായിരിക്കും അയാളുടെ ചെകിട്ടത്ത് ആദ്യം കൈവയ്ക്കണേന്ന്. അത് കേട്ടതും ദുർഗയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. ദുർഗ സംശയത്തോടുകൂടി ഇങ്ങനെ കണ്ണനെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് എന്താ കണ്ണ, എന്താണെങ്കിലും ഞങ്ങളോട് തുറന്നു പറയാമെന്ന് പറയുമ്പം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എന്തായാലും ഞാനിപ്പോൾ ആ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാൻ പോണില്ല, എനിക്കിപ്പോൾ അത് പറയേണ്ട കാര്യവുമില്ല, അധികം വൈകാതെ തന്നെ എല്ലാവരും സത്യങ്ങൾ അറിയുമെന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ അങ്ങോട്ട് പോകുന്നുണ്ട്. കണ്ണൻ അങ്ങനെ പോയി കഴിഞ്ഞതും ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ, അവൻ പറയണതൊന്നും നമുക്ക് മനസ്സിലാവണില്ലല്ലോ എന്ന് പറയുമ്പോൾ അതാ അമ്മ എനിക്ക് മനസ്സിലാവാത്ത, അയാൾ പറയണതൊന്നും മനസ്സിലാവണില്ല. സാധാരണ ഞാൻ വിചാരിച്ചത് അയാളുടെ ഭാര്യയെ കരുണ തള്ളിയിട്ടതിൻ്റെ ദേഷ്യമായിരിക്കുന്നു, പക്ഷേ ഇത് അതൊന്നുമല്ല, വേറെ എന്തോ ഒരു കാര്യമുണ്ട്, നമ്മളറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് അതെനിക്കും തോന്നുന്നുണ്ടാ, ഇപ്പം മഹാലക്ഷ്മിയെ കരുണ തള്ളിയിട്ടതിൻ്റെ പേരിലൊന്നും അല്ല ഈ അറസ്റ്റ് എന്ന്. സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അന്ന് കരുണയുടെ അച്ഛന് സമനില തെറ്റിയില്ലേ, ആ സമയം മുതൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അമ്മേ, അന്ന് നമ്മൾ അയാളെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ നമ്മളെ അതിനെ അനുവദിച്ചോ, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നീ പോയി ഒന്ന് കരുണമോളെ കണ്ട് കാര്യങ്ങൾ ചോദിക്കുക, അപ്പോൾ സത്യം അറിയാലോ എന്ന് പറയുമ്പോൾ ഞാനെങ്ങും പോകാൻ പോകണില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഈ ദുർഗ പറയുന്നുണ്ട് അത് മാത്രമല്ലടാ, ലോക്കപ്പിൽ പോയി ആ പ്രതാപനെ ഒന്ന് കാണുക, അയാളെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ അയാളെ ലോക്കപ്പിൽ കാണാൻ ചെന്നിട്ടുണ്ട്, ഈ എടാ മോനെ ഉണ്ണി എന്നെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ
ജാമ്യത്തിൽ ഇറക്കണമെന്നും പറഞ്ഞ് അയാൾ തുടങ്ങും. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ വക്കീലിനെ കാണാനും കാശ് മുടക്കാനുമായിട്ട് നടക്കണം എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, അതിന് അയാളുടെ കയ്യിൽ കാശുണ്ടല്ലോടാ, കാശൊക്കെ അയാൾ മുടക്കിക്കോളൂലേ എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ എനിക്ക് അയാളോട് വലിയ താല്പര്യമൊന്നുമില്ല, അയാൾ അത്ര നല്ല ആളൊന്നുമല്ല, വെറും വൃത്തികെട്ടവനാ, ഇനിയിപ്പോൾ ജയിലിൽ തന്നെ കിടക്കട്ടെ, കാശ് മുടക്കില്ലെങ്കിലും അതിൻ്റെ പുറകെ മെനക്കെടാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഉണ്ണി അങ്ങോട്ട് പോകുന്നുണ്ട്. ഉണ്ണി പോയി കഴിഞ്ഞതും ഈ ദുർഗയാണെങ്കിൽ എന്തിനായിരിക്കുമോ വാമദേവനെയും പ്രതാപനെയും പോലീസ് അറസ്റ്റ് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരു സീനിലായിട്ട് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നമ്മളുടെ കരുണയ്ക്കൊക്കെ നല്ല 8ൻ്റെ പണി തന്നെ ഭഗവാൻ കൊടുക്കുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത്. അതുമാത്രമല്ല മഞ്ജുവിൻ്റെ മുന്നിൽ ചെന്ന് പെടുന്ന കരുണേനെ മഞ്ജു നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.